നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPI-യിൽ പൊട്ടിത്തെറി. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റ് എന്ന സിറ്റിംഗ് MLA CC മുകുന്ദൻ. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. മുകുന്ദന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെല്ലുവിളിയാകില്ലെന്ന് ഗീതാഗോപി. CC മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPI നേതൃത്വം. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. ഒരാൾക്ക് ഒരേ മണ്ഡലത്തിൽ തന്നെ വേണമെന്ന് വാശി പിടിക്കാനാവില്ലെന്ന് E.T. ടൈസൺ. അപകടങ്ങൾ ഒഴിയാതെ നിരത്തുകൾ. മുണ്ടൂർ സെന്ററിൽ മിനി ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനും. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാർ മതിലിലിടിച്ച് വയോധികയ്ക്കും ദാരുണാന്ത്യം. നാട്ടികയിൽ ടാങ്കർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് തുടരുന്നു. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPI-യിൽ പൊട്ടിത്തെറി. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റെന്ന് സിറ്റിംഗ് MLA CC മുകുന്ദൻ. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. CC മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPI നേതൃത്വം. നാട്ടിക സംവരണ മണ്ഡലത്തിൽ ഒന്നാം ഊഴത്തിൽ വൻ വിജയം നേടിയിട്ടും ഇത്തവണ CC മുകുന്ദനെ പരിഗണിക്കേണ്ടെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. മണ്ഡലത്തിലെ മുൻ പ്രതിനിധി ഗീതാഗോപിക്കാണ് ഇത്തവണ പാർട്ടി സീറ്റ് നൽകുന്നത്. പാർട്ടി സീറ്റ് തന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് CC മുകുന്ദൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതൊരു പേയ്മെന്റ് സീറ്റായി മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു അപകടസ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അങ്ങനെ പേയ്മെന്റ് ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇന്നലെ വരെ വലിയ സ്നേഹമാണ്. അതിപ്പോൾ ദിവസം ചെല്ലും തോറും കുറഞ്ഞു വരികയാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ പലരും എൻ്റെ അടുത്ത് ജനങ്ങൾക്ക് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം നാട്ടികയിൽ. ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ വോട്ട് കിട്ടാനല്ല, ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക. പാർട്ടിയിൽ നിന്ന് മുറിവേറ്റു. തന്നേക്കാൾ പണം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് ഗീതാഗോപിക്കാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉയർത്തി. അതേസമയം CPI-യിലെ വിഭാഗീയതയാണ് മുകുന്ദന് അവസരം നഷ്ടമാകാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി CPI ജില്ലാ നേതൃത്വവുമായി അകൽച്ചയിലാണ് CC മുകുന്ദൻ. MLA എന്ന നിലയിൽ പാർട്ടി നിയോഗിച്ച സെക്രട്ടറി താനറിയാതെ ലെറ്റർ പാഡുകളും ഒപ്പും ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയോടെയാണ് CC മുകുന്ദൻ പാർട്ടിക്ക് അനഭിമതനായി തീർന്നത്. അതിനിടെ മുകുന്ദനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് ചർച്ച നടത്തി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് ആശയവിനിമയം നടത്തിയത്. കളങ്കരഹിതമായ ജീവിതം നയിക്കുന്ന മുകുന്ദന് മണ്ഡലത്തിൽ നല്ല ജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. BJP നേതൃത്വവും മുകുന്ദനുമായി സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. CC മുകുന്ദന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കൺവെൻഷൻ നടത്തിയ UDF തന്നെയാണ് നയം വ്യക്തമാക്കേണ്ടതെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സ്ഥാനാർത്ഥികളെ സാധാരണയായി പ്രഖ്യാപിക്കാറ് UDF നേതൃത്വവും പാർട്ടി നേതൃത്വവുമാണ്. ഇങ്ങനെയൊരു പ്രഖ്യാപനം പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് UDF നേതൃത്വം തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം അറിയേണ്ടത്. CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാവും MLA-യുമാണ്. ഈ നിജസ്ഥിതി തങ്ങൾ പരിശോധിക്കും. ഗീതാഗോപിയുടെ പൊതുപ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇതുവരെ ഗീതാഗോപിക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണവും വന്നിട്ടില്ലെന്നും KG ശിവാനന്ദൻ പറഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥികളെ സാധാരണ നിലയിൽ പ്രഖ്യാപിക്കാറുള്ളത് UDF നേതൃത്വവും അതിൻ്റെ പാർട്ടി നേതാക്കന്മാരുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാവാണ്, MLA ആണ്. സഖാവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDF നേതൃത്വം തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. തീർച്ചയായും ഈ കാര്യങ്ങൾ, ഈ നിജസ്ഥിതി ഞങ്ങൾ പരിശോധിക്കും. ഗീതാഗോപിയുടെ പൊതുജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗമാണ് സഖാവ് ഗീതാഗോപി. പാർട്ടി ജില്ലാ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു സഖാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പേയ്മെന്റ് സീറ്റാണ് എന്ന് എങ്ങനെയാണ് പറയുക? പിന്നിൽ നിന്ന് കുത്തുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമല്ല. അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളിലല്ല പാർട്ടി നടപടിയെടുക്കുക. കാര്യങ്ങൾ പരിശോധിച്ച് നടപടി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നടപടിയെടുക്കൂ. പാർട്ടി മണ്ഡലം സെക്രട്ടറിക്ക് ഒരു രാജിക്കത്തും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥാനാർത്ഥികളിൽ അദ്ദേഹത്തെ മാത്രമല്ല പല മണ്ഡലങ്ങളിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നതാണ് പാർട്ടി നയം, അല്ലാതെ ശിക്ഷിക്കുക എന്നതല്ലെന്നും KG ശിവാനന്ദൻ പറഞ്ഞു.
CC മുകുന്ദൻ MLAയുടേത് രാഷ്ട്രീയ പാപ്പരത്വം നിറഞ്ഞ നിലപാടാണെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തന്നെ സ്ഥാനാർത്ഥിയും MLAയും ആക്കിയത് CPIയും ഇടതുപക്ഷവും ആണെന്ന് അദ്ദേഹം മറന്നുപോയി. സ്വന്തം പാർട്ടിക്കും മുന്നണിക്കുമെതിരെ സംസാരിക്കുന്ന മുകുന്ദൻ എതിരാളികളുടെ കയ്യിലെ കളിപ്പാവയായി മാറി. നാട്ടിക നിയമസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആഴത്തിൽ വേരുകളുള്ള മണ്ഡലമാണ്. വലതു കൂടാരത്തിൽ അഭയം തേടാനുള്ള CC മുകുന്ദന്റെ നീക്കം ഒരു തരത്തിലും LDFനെ ബാധിക്കില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ സ്വീകരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തിൽ നാട്ടികയിൽ നിന്ന് വിജയിക്കുമെന്നും ഗീതാ ഗോപി പറഞ്ഞു. CC മുകുന്ദന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെല്ലുവിളിയല്ല. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടെ അതിനെ അതിജീവിക്കാൻ കഴിയും. CC മുകുന്ദൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകുമെന്നും ഗീതാ ഗോപി പറഞ്ഞു. അതേസമയം CC മുകുന്ദന്റെ പാർട്ടിയിൽ നിന്നുള്ള രാജിപ്രഖ്യാപനം അറിഞ്ഞിട്ടില്ലെന്ന് CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാറും പ്രതികരിച്ചു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം ഇരിക്കുന്ന ഈ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും അറിയാം എന്തായിരുന്നു എങ്ങനെയായിരുന്നു നാട്ടിക എന്നുള്ളത്. ആ ഒരു വികസന കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ പാർട്ടി 3ാം തവണയും നാട്ടികയിൽ ജനവിധി തേടാൻ നിശ്ചയിച്ചത്. ആ ഒരു തീരുമാനം നിശ്ചയം ഒരിക്കലും ഒരു അസ്ഥാനത്തുമല്ല, വൻ ഭൂരിപക്ഷത്തോടെ നാട്ടിയുടെ വികസനത്തിനൊരു പിന്തുടർച്ചയായിട്ട് വരാൻ തന്നെയായിരിക്കും ജനങ്ങൾ എന്നെ ജനവിധി തേടുക. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഞാനിരിക്കുന്നത്. തീർച്ചയായിട്ടും തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളും വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളും എന്താണ് എന്ന് വലിയൊരു ആകാംക്ഷ നമ്മുടെ വോട്ടർമാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും നാട്ടിക പൗരാവലിയുടെ മുന്നിലുണ്ട്. ആ ഒരു വിശ്വാസം കണക്കിലെടുത്ത് തന്നെയാണ് വീണ്ടും ആ വികസന തുടർച്ചയ്ക്കായിട്ട് എന്നെ പാർട്ടി വിജയത്തിനായി രംഗത്തിറക്കിയിട്ട് സാഹചര്യങ്ങളും സന്ദർഭം. നാട്ടികയിലെ സീറ്റുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗുരുതരമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ ജീർണതയാണ് എടുത്തു കാണിക്കുന്നതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോൺഗ്രസിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ആരെയും പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നാട്ടിക MLA CC മുകുന്ദന്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണ്. MLA കൂടിയായ ഗീതാ ഗോപിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ച തീരുമാനത്തിനെതിരെ അത് പേയ്മെന്റ് സീറ്റാണെന്ന് കൂടിയാണ് പറഞ്ഞത്. ഇതൊക്കെ കാണിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ജീർണതയാണ്, ധാർമ്മികമായ മൂല്യങ്ങളുടെ ശോഷണമാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത്. ഇടതുപക്ഷം തകർന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. മുൻ MLA ആയ ഗീതാ ഗോപിക്കെതിരെ അവരുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പണം വാങ്ങിയാണ് സീറ്റ് നൽകുന്നതെന്ന ആരോപണം. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്കുണ്ട്. അത് അവർ നിർവഹിക്കാൻ തയ്യാറാകണം. BJPയുടെ ആശയങ്ങളുമായി ഒത്തുപോകാൻ തയ്യാറായി വന്നാൽ CC മുകുന്ദനെ പാർട്ടിയിലെടുക്കുമെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. CC മുകുന്ദൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. എന്നാൽ അദ്ദേഹം BJP ജില്ലാ നേതൃത്വവുമായി ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം വരികയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനങ്ങൾ ജനങ്ങൾ അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറെ സ്വാധീനം NDAക്ക് വരുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CC മുകുന്ദൻ MLAയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളുമായും ആദർശങ്ങളുമായും ഒത്തുപോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും പാർട്ടി സ്വീകരിക്കും. അത് യാതൊരു വ്യത്യാസങ്ങളും പാർട്ടി സ്വീകരിക്കും. അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അതിനുള്ള സാഹചര്യം ഒരുങ്ങുകയുള്ളൂ. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക്കുണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്നറിയാം. എറണാകുളം ജില്ലയിൽ തനിക്കെതിരെ വികാരമുണ്ടോ എന്നതിനെക്കുറിച്ച് തനിക്കറിവില്ല.
മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ജില്ലയിലെ പാർട്ടി ഒരുക്കും. സംസ്ഥാനത്ത് ആകെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വികാരമുണ്ട്. ഒരാൾക്കും ഒരു മണ്ഡലം വേണമെന്ന് വാശി പിടിക്കാനാവില്ല. പാർട്ടി പറഞ്ഞ് മത്സരിക്കുന്നു എന്നും ഇ ടി ടൈസൺ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്, നമ്മുടെ വ്യക്തിയാധിഷ്ഠിതമല്ല ഇക്കാര്യം. ഇവിടെ 2 പ്രാവശ്യം എനിക്ക് അവസരം തന്നു, ഞാൻ ജയിച്ചു. ആളുകൾക്ക് ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ തന്നെ വേണമെന്ന ആഗ്രഹം കൂടിയുള്ളവരാണ് ഇവിടെ. ഒരു സേഫായിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരാൾക്ക് തന്നെ മാത്രമായിട്ടൊരു മണ്ഡലം ഒന്നുമില്ല. നമ്മളോട് ഇപ്പോൾ വേറെ സ്ഥലത്ത് മത്സരിക്കാൻ പറയുന്നു. പൂർണ്ണമായ സമ്മതത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിഷമതകളോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലാതൊന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പല സ്ഥലങ്ങളിലും CPI സ്ഥാനാർത്ഥി ധാരണയായതിന് പിന്നാലെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂർ മുണ്ടൂർ സെന്ററിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മലപ്പുറം ചെറുകര കുമ്പളക്കുഴി വീട്ടിൽ മുഹമ്മദ് അഫ്സലിന്റെ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. പേരാമംഗലം പോലീസ് നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ആറങ്ങോട്ടുകര ചെട്ടിപ്പടിയിൽ കീഴൂട്ടുപടി വീട്ടിൽ 84 വയസ്സുള്ള അമ്മിണിയാണ് മരിച്ചത്. കുട്ടഞ്ചേരി അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ മതിലിലിടിക്കുകയായിരുന്നു. അമ്മിണിയുടെ മകൻ ബാബുവാണ് കാർ ഓടിച്ചിരുന്നത്. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അമ്മിണിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബാബുവിനും പരിക്കേറ്റു. ദേശീയപാത നാട്ടികയിൽ ടാങ്കർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വലപ്പാട് സ്വദേശി 64 വയസ്സുള്ള പറശ്ശേരി മോഹനനാണ് മരിച്ചത്. ഭാര്യ രമയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം. ആക്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മോഹനന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഞായറാഴ്ച പുലർച്ചെ നാട്ടികയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് ബൈക്ക് യാത്രികനായ കയ്പമംഗലം സ്വദേശി മരിച്ചിരുന്നു. പറപ്പൂരിൽ നിയന്ത്രണം വിട്ട് കാർ കാൽനട യാത്രക്കാരിയെ ഇടിച്ച ശേഷം വൈദ്യുതി തൂണിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പറപ്പൂർ പെട്രോൾ പമ്പിന് മുൻവശം വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ കാൽനട യാത്രക്കാരി പറപ്പൂർ സ്വദേശി കാട്ടൂക്കാരൻ വീട്ടിൽ രാജൻ ഭാര്യ ബിന്ദു, കാർ ഡ്രൈവർ പോന്നൂർ സ്വദേശി കണ്ണനായ്ക്കൽ വീട്ടിൽ മേജോ ഭാര്യ ജോസ്ഫീന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ കല്ലൂർ അപകടവളവിൽ വീണ്ടും അപകടം. അപകടങ്ങൾ പതിവായ ഭാഗത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആക്ഷേപം. കല്ലൂർ മടം വഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈദ്യുത പോസ്റ്റ് മീറ്ററുകളോളം ഇടിച്ചു തെറിപ്പിച്ച ലോറി വീട്ടുമതിലിലേക്ക് മറിയുകയായിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പികളും സർവീസ് വയറുകളും പൊട്ടിയിരുന്നു. കൊപ്ര കയറ്റി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുതുശ്ശേരി ജോസിന്റെ വീടിന് മുൻപിലെ അലങ്കാരമതിലും റിമോട്ട് ഗേറ്റുകളുമാണ് തകർന്നത്. 4 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. മരണവളവായി മാറിയ ഇവിടെ ഇതിനോടകം നിരവധി അപകടങ്ങളാണ് നടന്നത്. ഒരാൾ മരിക്കുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
സമീപത്തെ വീട്ടുമതിലുകൾ പലതവണയാണ് അപകടങ്ങളെ തുടർന്ന് പുനർനിർമ്മിക്കേണ്ടി വന്നത്. ആമ്പല്ലൂർ കള്ളായി റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വളവിലെ കർവ് ശാസ്ത്രീയമല്ല. മഴ പെയ്താൽ റോട്ടിൽ വെള്ളക്കെട്ടുണ്ടാകും. റോഡും കുറുകെയുള്ള കാനയും നിർമ്മിച്ചതിലെ അപാകതയും പ്രധാന പ്രശ്നമാണ്. ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലം പണിയുന്ന സമയത്ത് ഇതിനേക്കാൾ വിട്ട് ഒരു 2 അടിയും കൂടി താഴ്ത്തിയിട്ട് വേണമായിരുന്നു ആ പാലം റെഡിമെയ്ഡായിട്ട് പണിത് വെച്ചിട്ടുള്ള സ്ലാബുകൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഒരു ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നൊരൊറ്റ നിർബന്ധ കാരണം അത് അടിയിലേക്ക് താഴ്ത്തി വന്നപ്പോൾ കുറച്ച് വെട്ടുകല്ലുകൾ ഉണ്ടായിരുന്നു. ആ വെട്ടുകല്ലുമേ താഴ്ത്താതെ അതിൻ്റെ മുകളിൽ വെച്ച് സൂത്രത്തിക്കൂടെ പണിതുകൊണ്ടാണ് അവിടെ അത്രയും ഉയർന്നു വന്നത്. നിരവധി അപകടങ്ങളും മരണവും നടന്നിട്ടും അധികൃതർ വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. റോഡ് ഈ കർവ് അങ്ങോട്ട് തിരിയുമ്പോൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു റോഡ് ഒരു സൈഡ് ഈ സൈഡ് പൊന്തിട്ട് അപ്പുറത്ത് താങ്ങാണ്ട് കിടക്കുന്നത്. ഇത് ആ സൈഡാണ് പൊന്തി കിടക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള സംഗതിയാണ് നടന്നിട്ടുള്ളത്. ഇനിയും അപകടങ്ങൾ കാത്തുനിൽക്കാതെ ഈ അപകട വളവ് സുരക്ഷിത വളവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് തുടരുന്നു. മിനിമം വേതനം 40,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ശമ്പള വർധനയിൽ UNA-യുമായി ധാരണയിൽ എത്താത്ത തൃശൂർ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ ആശുപത്രികളിലാണ് പണിമുടക്ക് നടക്കുന്നത്. മറ്റ് ജില്ലകളിലെ 200ഓളം സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ വേതനം നൽകാമെന്ന് ഉറപ്പു നൽകിയതോടെ സമരം പിൻവലിച്ചു. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിച്ച് കരാർ ഒപ്പിടുന്ന ആശുപത്രികളിലെ സമരം അവസാനിപ്പിക്കുമെന്നാണ് ധാരണ. മിനിമം വേതനം വർദ്ധിപ്പിച്ച സർക്കാരിന്റെ കരട് വിജ്ഞാപനം UNA അംഗീകരിച്ചിരുന്നില്ല. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്ന് ജില്ലയിലെ 7 ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം പിൻവലിച്ചിരുന്നു. മാനേജ്മെന്റ് കൂട്ടായ്മയായ ഓൾ ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അസോസിയേഷനുമായി നടന്ന ചർച്ചയിലാണ് ധാരണയായത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. 10ാം നാളും മധ്യപൂർവേഷ്യ സംഘർഷഭരിതമാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിൽ ഇന്നും ആക്രമണമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 400ഓളം പേരോളം കൊല്ലപ്പെട്ടതായാണ് വിവരം. സൗദിക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമവുമുണ്ടായി. ഇതിനെ സൗദി പ്രതിരോധിച്ചു. ഫുജൈറയിൽ എണ്ണ വ്യവസായ മേഖലയിൽ തീപിടുത്തമുണ്ടായി. അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $100 കടന്നു. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക, ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇതേസമയം ഇറാന്റെ പരമോന്നത നേതാവായി കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമൈനിയുടെ മകൻ മോജ്തബയെ തെരഞ്ഞെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. പ്രമുഖ ചരിത്രകാരൻ KN പണിക്കർ അന്തരിച്ചു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചരിത്രാഖ്യാനത്തിലെ കരുത്തുറ്റ മാർക്സിയൻ സ്വരമാണ് വിട പറഞ്ഞത്. വലതുപക്ഷ അജണ്ടകൾക്കെതിരെ
എതിരെ നിരന്തരം എഴുതിയ KN പണിക്കർ പലപ്പോഴും കടുത്ത വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നവതി ആഘോഷിക്കാനിരിക്കെയാണ് വിയോഗം. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ ജവഹർ നഗറിലെ വീട്ടിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിൽ നടക്കും. ആറാട്ട് സദ്യയോടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് സമാപിച്ചു. സമാപന പ്രസാദ ഊട്ടിൽ 1,00,000 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേരും പങ്കുകൊണ്ടു. ഉത്സവത്തിന്റെ അവസാന 2 ദിവസങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധമുള്ളവർക്കും ദേവസ്വം ജീവനക്കാർക്കും വിരമിച്ചവർക്കും മാത്രമാണ് പകർച്ച നൽകിയത്. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ഇന്ദു, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PK പ്രസാദ്, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM ഷമീന തുടങ്ങിയവർ സംസാരിച്ചു. 10 കോടി രൂപ ചെലവഴിച്ച് അത്യാഹിത വിഭാഗത്തിലെ ട്രോമ ഇമേജിംഗ് ബ്ലോക്കിൽ സ്ഥാപിച്ച MRI സ്കാനിംഗ് മെഷീൻ, 6 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സമഗ്ര സ്ട്രോക്ക് കെയർ, 23 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, 1.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് സെന്റർ, 1.5 കോടി രൂപ ചെലവഴിച്ച് പുനരുദ്ധീകരിച്ച അഗ്നിസുരക്ഷാ സംവിധാനം, 1.23 കോടി രൂപ ചെലവഴിച്ച് പഴയ 3 ലിഫ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച പുതിയ ലിഫ്റ്റുകൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും 4 കോടി ചെലവഴിച്ച് ആരംഭിക്കുന്ന വിവിധ പ്രവൃത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചത്. റംസാൻ നോമ്പ് അവസാന 10ലേക്ക് കടക്കുന്നതോടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നോമ്പുകാലത്ത് തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ വിപുലമായ രീതിയിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് പതിവാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ബംഗാളികൾക്കായി ബംഗാളികൾ തന്നെ പ്രത്യേകമായി സംഘടിപ്പിച്ച നോമ്പുതുറയിൽ 2000-ഓളം ബംഗാളികളാണ് പങ്കാളികളായത്. ബംഗാളികളുടെ തനത് വിഭവങ്ങളാണ് നോമ്പുതുറയ്ക്കായി ഒരുക്കിയിരുന്നത്. ഇതിനായി ബംഗാളിൽ നിന്ന് വിമാനമാർഗം പാചകക്കാരനെയും എത്തിച്ചിരുന്നു. നമ്മളെ ബംഗാൾ സഹോദരങ്ങളിലെ അവരുടെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവരുടെ വകയാണ് നോമ്പുതുറ വെച്ചേക്കുന്നത്. ഒരു 12,000 മേലെ ആൾക്കാർ അവരുണ്ടാവും. അവർ ബംഗാൾ ബിരിയാണിയാണ് ഇന്ന് ഇവിടെ വിളമ്പുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ കൽക്കട്ടയിൽ നിന്ന് കുക്കിന് എയറിൽ പ്ലെയിൻ വന്നേക്കുന്നത്. അതിനു വേണ്ടി 2000 പേര് ഇവിടെ പ്രയത്നിക്കുന്നുണ്ട്. എല്ലാം നല്ല നിലയിൽ പോകുന്നുണ്ട്. ഒരു 3 കൊല്ലമായിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ ഈ നോമ്പ് നടത്തുന്നുണ്ട്. ബീഫും കിഴങ്ങുമൊക്കെ ചേർത്തുള്ള കൊൽക്കത്ത ദം ബിരിയാണിയാണ് തയ്യാറാക്കിയത്. ചെറുകടികളും പഴവർഗ്ഗങ്ങളും കഞ്ഞിയും നോമ്പുതുറയ്ക്കായി ഒരുക്കിയിരുന്നു. ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് പള്ളിയിൽ ഞായറാഴ്ചത്തെ നോമ്പുതുറയുടെ ചെലവുകളെല്ലാം ബംഗാളി സുഹൃത്തുക്കൾ ചേർന്ന് പങ്കിട്ടെടുത്താണ് നിർവഹിച്ചത്. ഇത് 3ാം വർഷമാണ് ബംഗാളികൾക്കായി ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. हम लोग सब बंगाली मिलके कलकत्ता का बंगाली है, आसाम है, हिंदी वाला सब आदमी मिलके, मुस्लिम वाले मिलके सब एक प्रोग्राम बनाया इफ्तार के लिए. सबसे पैसा उठा के हम लोग इकट्ठा करके सब बंगाली मिलके एक इफ्तार का प्रोग्राम, प्लस हम कलकत्ता से हमारा बंगाली कुकिंग लेकर आया, वहाँ से दम बिरयानी बनाया सबके लिए. एक 2000 आदमी के लिए बंगाली बिरयानी भी बनाया. പതിറ്റാണ്ടുകളായി തൃശൂരിൽ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഹ്റൂഫ് അലി, സബീർ അലി, ജാവേദ്, SK നസീർ, ഫാറൂഖ് എന്നിവരാണ് സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകിയത്. TCV തൃശൂർ. ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുന്ന ഭരണ രാഷ്ട്രീയ രംഗത്തുള്ളവരോട് ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ ലൂർദ് ഫൊറോന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൂർദ് ഫൊറോന വികാരി ഫാദർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ രാജു അക്കര, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ നെജി ജസ്റ്റിൻ, ലൂർദ് ഫൊറോന ആനിമേറ്റർ ഫാദർ റോയ് മോക്കൻ, അതിരൂപത കുടുംബ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി AD ഷാജു തുടങ്ങിയവർ സംസാരിച്ചു.
ചേലക്കരയിൽ ക്വാറിയിൽ കരിങ്കല്ല് പൊട്ടിക്കുന്ന സ്ഫോടനത്തിൽ സമീപത്തെ വീട് തകർന്നു. വെങ്ങാനല്ലൂർ ഉഴുന്നുംപറമ്പ് പ്രദേശത്തെ തെക്കത്തുപറമ്പിൽ പത്മാവതിയുടെ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ക്വാറിയിൽ നിന്നും കരിങ്കൽ ചീളുകൾ സമീപത്തെ വീടുകളിലേക്ക് പതിക്കുന്നത് പതിവ് സംഭവമാണ്. ജനവാസ മേഖലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ക്വാറി എത്രയും വേഗം അടച്ചുപൂട്ടണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതി നേതാക്കളായ ഗോപി ചക്കുന്നത്ത്, വിനോദ് പന്തലാടി, ഗീത ഉണ്ണികൃഷ്ണൻ, ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു. മീൻപിടുത്തത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ യുവാവ് അറസ്റ്റിലായി. നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 6 കിലോ 830 ഗ്രാം കഞ്ചാവും മാരകായുധങ്ങളും പിടിച്ചെടുത്തു. മീൻപിടുത്തക്കാരൻ എന്ന വ്യാജേന ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ചാണ് ആവശ്യക്കാർക്ക് കഞ്ചാവ് കൈമാറിയിരുന്നത്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം ശ്രദ്ധേയമാകുന്നു. വീട്ടുമുറ്റത്ത് അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത. അത് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ കെട്ടിയമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. വീടും തൊടിയും വേദിയാക്കുന്ന അവതരണത്തിലൂടെ അയൽപ്പക്കത്ത് നടക്കുന്ന വിശേഷങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലാണ് നാടകം ഒരുക്കിയിരിക്കുന്നത്. അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ അവതരിപ്പിച്ച നാടകം സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട്. യുവാക്കളിൽ പടർന്നു കയറുന്ന ലഹരിയുടെ ഭീകരതയും അടയാളപ്പെടുത്തുന്നു. വീട്ടരങ്ങ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ദൃശ്യമാധ്യമ പ്രവർത്തകനായ പ്രദീപ് നാരായണനാണ്. മീനാരാജ് രാഘവനും രജനി മുരളിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലി നാടക സംഘത്തിന് നേതൃത്വം നൽകുന്നു. 78 വയസ്സുള്ള മേരി ജേക്കബ് കോട്ടപ്പടിയും ഡിഗ്രി വിദ്യാർത്ഥി ഗൗതം കൃഷ്ണയുമടക്കം ഗ്രാമീണരായ 20ഓളം നാടക കലാകാരന്മാർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നുണ്ട്. TCV എരുമപ്പെട്ടി. തൃശൂർ പബ്ലിക് ലൈബ്രറി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, റിട്ടയർമെന്റ് ഒഴിവുകൾ നികത്തുക, അർഹമായ പ്രൊമോഷനുകൾ അനുവദിക്കുക, ലൈബ്രറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം സിയാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, CITU ഏരിയ പ്രസിഡന്റ് MR രാജൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം മീര നിമേഷ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിലാൽ, ജയരാജൻ, രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ വിമല കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള വനിതാ താരങ്ങളുടെ ഫെൻസിംഗ് മത്സരം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ജൂഡോ വനിതാ പരിശീലക മരിയ ലീ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യൻ ചിത്ര ചന്ദ്രമോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KR സുരേഷ്, സെന്റ് മേരീസ് കോളേജ് കായിക വിഭാഗം മേധാവി അനു ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമായിരുന്ന 200 രൂപ നൽകുന്നതിൽ നിന്ന് പിന്മാറാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഉൾപ്പെടെ വിവിധ നടപടികൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP റപ്പായി അധ്യക്ഷത വഹിച്ചു. EC പത്മരാജൻ, ജെയിംസ് മുട്ടിക്കൽ, PJ സെബാസ്റ്റ്യൻ, രാജു വെണ്ണിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.